അർജുൻ ആയങ്കിക്കെതിരായ കാപ്പ ചുമത്താനുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ കളക്ടർക്ക് കൈമാറി. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 23 കേസുകളാണ് പ്രതിക്കെതിരെയുള്ളത്. പോലീസ് ശുപാർശ ചെയ്താലും കുറ്റവാളിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ കളക്ടർ കാപ്പ ചുമത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. അർജുൻ ആയങ്കിക്കെതിരെ കുരുക്കുമുറുക്കി പോലീസ് കാപ്പ ചുമത്താനുള്ള നടപടികളുടെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണർ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന് കൈമാറി. ഇനി ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും കാപ്പ ചുമത്താനുള്ള നടപടികൾ അത് സംബന്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ നിലവിലുള്ളത്. ഇതിൽ 12 കേസുകൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. എന്നാലും ഈ കുറ്റകൃത്യങ്ങൾ അതോടൊപ്പം തന്നെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഇതൊക്കെ മുൻനിർത്തിയാണ് കാപ്പ ചുമത്തുന്ന നടപടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള റിവ്യൂ കമ്മിറ്റിയും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ കലക്ടറുടെ ഉത്തരവുണ്ടെങ്കിൽ അർജുൻ ആയങ്കിയെ ജയിലിലടക്കാൻ പോലീസിന് സാധിക്കും. എന്തായാലും ഈ ഊന്നുകൽ അതുപോലെ തന്നെ കുട്ടമ്പുഴ, കോതമംഗലം, കണ്ണൂർ ഇങ്ങനെ 4 കേസുകളാണ് ഏറ്റവും ഒടുവിലായിട്ടുള്ളത്. ഇപ്പോൾ കുട്ടുമ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കിയുള്ളത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പരിഹസിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം തെളിവെടുപ്പിനിടെ ഉണ്ടായിരുന്നു. അതായത് തനിക്കെതിരെ വെറും നായയെ കൊല്ലുന്ന കേസ് എന്നാണ് പരിഹസിച്ചത്. അത്തരത്തിൽ പരിഹാസം ഇപ്പോഴും തുടരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ പോലീസിനെയും വെല്ലുവിളിച്ച കേസിലാണ് കണ്ണൂർ ക്രൈം സൈബർ പോലീസ് കേസെടുത്തത്. ഇതോടൊപ്പം കോതമംഗലവും കുട്ടമ്പുഴയിലും SHOമാരെ ഭീഷണിപ്പെടുത്തിയ കേസാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയും അതോടൊപ്പം ഫോണിലും ഭീഷണിപ്പെടുത്തിയെന്ന കേസാണ്. ഇത്തരത്തിൽ ഈ കേസിലെല്ലാം കസ്റ്റഡിയിലാണ് ഈ കസ്റ്റഡി വാങ്ങിയിരുന്നു. അതോടൊപ്പം കുട്ടുമ്പുഴ പോലീസിന്റെ കസ്റ്റഡി അവസാനിക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള കേസുകളിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാപ്പ ചുമത്തുക, അതാണ് ഏറ്റവും പ്രധാനമായി പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. എന്തായാലും അർജുൻ ആയങ്കിയെ ജയിൽ പുറത്തുവിടാത്ത രീതിയിൽ പൂട്ടുക എന്നത് തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം. ഒരു ഭാഗത്ത് ഇയാളുടെ പരിഹാസവും വെല്ലുവിളിയും തുടരുമ്പോഴും പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇനി ഏത് സമയത്തും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ഇയാളുടെ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ഉത്തരവിടുക. ഇപ്പോൾ നിലവിലുള്ള എല്ലാ കേസുകളിലും ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതോടൊപ്പം തെളിവെടുപ്പ് പൂർത്തിയായി. പ്രധാനപ്പെട്ട തെളിവായ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പെൻഡ്രൈവും അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ ഇയാൾക്ക് സഹായം ചെയ്ത ആളുകളെ കൃത്യമായി കണ്ടെത്തുക, ഇതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഉടനെ തന്നെ അർജുൻ ആയങ്കിയെ കാപ്പ ചുമത്തി ജയിലിൽ അടക്കാനുള്ള ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.